ഹലോ, നമ്മളിപ്പോൾ കരുണ ആശ്രമം എന്ന് പറയും. കാരണം നമ്മുടെ വെള്ളറട കിളിയൂർ ഭാഗത്തെ ഞാനിപ്പോൾ താമസിക്കുന്ന നാട് കിളിയൂർ വെള്ളറടയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ആശ്രമമുണ്ട്, ഫ്രാൻസിസ്കൻ ആശ്രമമാണ്. അപ്പോൾ ഇവിടെ കുറേ അന്തേവാസികളായ അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ്. മിക്കവാറും പലരും ഇവിടെ വന്ന് ഫംഗ്ഷനൊക്കെ നടത്തി അവർക്ക് നല്ല തൃപ്തികരമായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും കൊടുക്കാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്തായാലും ഇതാണ് നമ്മുടെ ഈ കരുണാശ്രമം. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നുള്ള ഡയലോഗ് അടിയാണ് ഇതൊക്കെ. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫ്രാൻസിസ്കൻ മിഷനറി ബ്രദേഴ്സ് സ്നേഹസദനം ഏജ്ഡ് ഹോം, കരുണാസദൻ ആശ്രമം റോഡ്, കിളിയൂർ, മണ്ണാങ്കോണം. ഫോൺ നമ്പർ 047122422986. അപ്പോൾ എന്നതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, കിളിയൂർ ആശ്രമം റോഡ്, വെള്ളറട GP, അണങ്കൽ തുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ. നമ്മളൊരു സുഹൃത്താണ്. ഓടി വരികോട്ടെ. നിങ്ങൾ കട്ടയ്ക്ക് വരെ, നിങ്ങൾ എടുക്കാതെ വേണ്ടി എന്തോ വീഡിയോ. ഇതാണ് നമ്മുടെ അയ്യപ്പൻ തായർ. പോട്ടെ, കയറി. അപ്പോൾ ഇതാണ് വിശേഷം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടന്ന് കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാം. ഇതൊക്കെയാണ് സംഗതികൾ. അപ്പോൾ ഇതിനകത്തൊരു ചാപ്പൽ, ഒരു ചർച്ചുണ്ട്. പിന്നെ അപ്പുറത്ത് ഈ വൃദ്ധ മാതാപിതാക്കളെ താമസിക്കുന്ന സ്ഥലമാണത്. നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കാം. ഗുരുവേ, അങ്ങ് ഇത് തന്നെയാണെന്ന് എപ്പോഴും പറയുന്നു, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതാണ് ചോദിച്ചത്. ആ ശിശു ചോദിച്ചതാണ്, അങ്ങ് ഇത് മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾ എപ്പോഴും പറയും ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ അതുപോലെ സ്നേഹിക്കുക. ഇത് മാത്രമേ വേറെ ഒന്നും പറയാനില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാം? എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ മനുഷ്യനെ സ്നേഹിക്കുക. പ്രവൃത്തി കൂടാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ്. ഈ ദൈവത്തെ സ്നേഹിക്കുന്നു പറയും, മനുഷ്യനെ വെറുപ്പെന്ന് പറയും, മനുഷ്യരോട് ചെയ്യാനെങ്കിൽ നീ ഒന്നും ചെയ്യും. നമ്മുടെ പ്രവർത്തനം കാണേണ്ടത് മനുഷ്യ സ്നേഹത്തിലൂടെയാണ്, അവർക്ക് വേണ്ടിയുള്ള ജീവിതത്തിലൂടെയാണ് തീർച്ചയായിട്ടും കാണുന്നത്. അപ്പൊ ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ് യേശുനാഥൻ. 33 വർഷക്കാലം ജീവിച്ച് ആ ധന്യത 195 രാജ്യങ്ങളിൽ ഇന്നും എന്നും എപ്പോഴും ലോകാവസാനം വരെ നടന്നു നിൽക്കും. അതുപോലെയാണ് നമ്മൾ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ ലോകത്തിൽ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നെ അത് തന്നെ, ഇവിടെ ഇരിക്കുന്ന ബാറ്റിക്കറ്റിനെ അത് തന്നെ, ഇവിടെ ഇരിക്കുന്ന തോസാറിനെ അത് തന്നെ, ഷീജെ അത് തന്നെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഗാനങ്ങളാരും മനോഹരം ആരംഭിച്ച അവരത്, നിങ്ങളില്ലാതെ തന്നെ, കൊച്ചുകുട്ടികൾ അത് തന്നെയാണ്. നമ്മളറിയാതെ ഈ ലോകത്തിലേക്ക് വരുന്നു. എന്നാണ് അങ്ങോട്ട് പോകുന്നത്? വീണപ്പൂ എഴുതിയല്ലേ, വീണപ്പൂ നശ്വരമാണ് ഈ ലോകത്തിൽ. ഞാൻ നിൽക്കുന്ന നിമിഷത്തിൽ താഴെ വീഴും. അത് തന്നെയാണ് ജീവിതം. അങ്ങനെയൊക്കെ താഴെ അങ്ങനെയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വേറെ അതിന്റെ ഇതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനും. അവർ നിങ്ങളെ എല്ലാവരും സംരക്ഷിക്കുകയാണ്. ഇനി നമ്മൾ ശീലയിരിക്കും എല്ലാവരും നിങ്ങളുടെ കൂടെ വരും. നിങ്ങളെല്ലാം കൈകാര്യം സ്നേഹിക്കുകയാണ്. അത് ദൈവത്തിന്റെ ആഴമായ സ്നേഹമാണ്. അവിടെ മാതാവ് നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഉപേക്ഷിക്കുകയാണ്. ചിലപ്പോൾ അത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. നമ്മൾ അതിനുള്ള സമയമില്ല, അത് പോട്ടെ. പക്ഷെ ആര് ഉപേക്ഷിച്ചാലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഉപേക്ഷിക്കുകയില്ല. അത് എപ്പോഴും നിങ്ങൾ ഓർമ്മിച്ചതിന് എല്ലാവരും അത് നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ കവചം പോലെ സൂക്ഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഫാക്ടറികൾ, അതോടൊപ്പം വലിയ തോമസാനോട്, ഷീജയ്ക്കൊണ്ട്, മറ്റുള്ളവരോട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട സഹോദരരെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. ആ സ്നേഹത്തിൽ നിങ്ങളും മറ്റുള്ളവർക്ക് കൂടുതലും ചെയ്യാറ്. മറ്റുള്ളവരോട് കാഴ്ച സഹോദരൻ അല്ലേ? അപ്പൊ സഹോദരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സഹായമാണ്. നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ സഹായിക്കണം. അദ്ദേഹത്തെ കുട്ടികളുടെ വേണ്ട ജോലിയിലേക്ക് പോകുന്നത് സഹായിക്കണം. ആൾക്കാരൊക്കെ അടുത്ത് വെച്ച് കൊടുക്കാൻ, നിങ്ങൾ കഴിക്കുകയില്ല, അദ്ദേഹം കഴിക്കാൻ സഹായിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മുടെ ജോലിയാണ്. ചെയ്യണം. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ പരസ്പരം സഹായിച്ച് അവർക്ക് അനുഗ്രഹമായി തീരുക, സന്തോഷമായി തീരുക, സ്നേഹമായി തീരുക, അവരോടൊപ്പമായി. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം നൽകിയ ദൈവം സ്നേഹം, ആ സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പല രൂപത്തിൽ രോഗങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും നമ്മുടെ തോസാറിനുണ്ട്, ഷെയ്യയ്ക്കുണ്ട്, എനിക്കുണ്ട്. ഇവിടെ നിങ്ങൾക്ക്
എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് അതിജീവിച്ചു പോകണം. അതാണ് കുരിശിന്റെ രഹസ്യം. അതിജീവിച്ചു പോയ യേശുവിനോടൊപ്പം നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണമെങ്കിലും ആശംസിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച ആശംസയോടെ വാക്കിലേക്ക് അവസാനിക്കുന്നു. അച്ഛൻ നമുക്കിപ്പോൾ കേക്ക് മുറിച്ച് മധുരം എല്ലാവർക്കും തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജോണി അപ്പച്ചൻ ഒരു ഗാനം കൂടെ ആഗ്രഹിക്കുന്നതായിരിക്കും. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഹൃദയ തകർത്തിലേ പ്രണയ ഉൾപ്പണ്ട് ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ചിത്രകഥയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഇനി വന്നേ, എല്ലാ കുഞ്ഞുമക്കളും ഇനി വന്നേ. പ്രത്യേകിച്ച് അമ്മമ്മനെ ശ്രദ്ധിക്കുക. എല്ലാ കുഞ്ഞുമക്കളെയും ഒന്ന് ഫ്രണ്ടിലോട്ട് അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരെയും വിടും. കടലുകൾ കടന്നു ഞാൻ
തിരഞ്ഞു അവിടെ പിന്നിവിടെ വില്ലീശ്വരൻ വിജനമായ പൂവിടുമില്ലീശ്വരൻ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെ ഇവിടെ വില്ലീശ്വരൻ വിജനമായ പൂവിടുമില്ലീശ്വരൻ എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ നിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല എവിടെയാണ് ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെ വില്ലിവിടെ വില്ലീശ്വരൻ വിജനമായ പൂവിലും കണ്ടില്ല കണ്ടില്ലെന്തോയോ കാനന ചോര കുടുങ്ങിയോടി കാണില്ലെന്നോടിയോടി ഇവികൾ പറന്നു പറന്നു പോയി ഈശ്വരനെ തേടി ഞാൻ നടന്നോ കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെ വില്ലീശ്വരൻ വിജനമായ ഭൂമിയിലീശ്വരൻ അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്കു ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരന്റെ സുന്ദരായ അഗാധതയിലെ അനുഭവമാണെന്റെ ദൈവം അനുഭവമാണെന്റെ ദൈവം ഹരിവല്ലയുടെ ദൈവം വെറുമനുഭൂതിയല്ലെന്റെ ദൈവം ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെന്റെ ദൈവം അനുഭവമാണെന്റെ ദൈവം സന്ധ്യായാമങ്ങളിൽ ഏകാകിയാമന്റെ പ്രാർത്ഥനയിൽ സ്തുതിതൻ ഗീതികളാൽ ഞാനാത്തു പാടുന്ന വേളകളിൽ അനുഗ്രഹവർഷമായി കരുണാകടാക്ഷമായി അറിയുന്ന സ്നേഹമാണ് എൻ്റെ ദൈവം അറിവല്ലയുടെ ദൈവം വെറുമനുഭൂതിയല്ലെൻ്റെ ദൈവം ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം അനുഭവമാണെൻ്റെ ദൈവം.
പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ 2 മിനിറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും എൻ്റെ സ്ഥലം കാട്ടാക്കട, എൻ്റെ അമ്മയുടെ കുടുംബം കാഞ്ഞിരകുള. എൻ്റെ അമ്മയ്ക്ക് 6 സഹോദരങ്ങൾ, എൻ്റെ പപ്പയുടെ കുടുംബം എന്ന് ഞാൻ പറഞ്ഞില്ല. പരാതിയോ പരിശ്രമം എൻ്റെ ജീവിതത്തിൽ വന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ക്രൂശോട് കൂടി എന്നെയും ചേർക്കണേ. ആ സഹനങ്ങൾ എത്രത്തോളമാണോ എനിക്ക് തരുന്നത്, അതോടൊപ്പം തന്നെ ആ സ്നേഹവും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. നാളുകൾ ദിനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആ ഫസ്റ്റ് സമയം ഞാൻ പെട്ടെന്ന് എനിക്കൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ജോലി RCCയിലാണ്, ക്യാൻസർ ഹോസ്പിറ്റലാണ്, മെഡിക്കൽ ഓങ്കോളജി വാർഡാണ്, പീഡിയാട്രിക് വാർഡാണ്. ഈ കുഞ്ഞു കൊച്ചുങ്ങൾ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട് ഹോസ്പിറ്റൽ വരുമ്പോൾ അവരുടെ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ, ഈ ക്യാൻസർ പാവങ്ങൾക്ക് മാത്രം വരും, അല്ലെങ്കിൽ കാശുള്ളവർ മാത്രം വരും, ഹിന്ദുക്കൾക്ക് മാത്രം വരും, മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യന് വരും എന്നുള്ള ഒരു ധാരണയും വേണ്ട. എല്ലാ ജാതിയിലും എല്ലാ വിഭാഗത്തിലും ഏത് കൊമ്പത്തുള്ളവരായാലും ഏത് താഴേക്കിടയിലുള്ളവരായാലും ഒരു നിമിഷം കൊണ്ട് ആരുടെ ജീവിതത്തിലും ഇത് വരാവുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആ രോഗവുമായിട്ട് അതിനകത്തോട്ട് കടന്നു വരുമ്പോൾ അനുഭവിക്കുന്ന ആ കുടുംബത്തിന്റെ വേദന, ആ വ്യക്തികളുടെ വേദന, ആ കുഞ്ഞുമക്കളുടെ വേദന, ഇതെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദിനം പ്രതി കാണുന്ന ഒരാളാണ് ഞാൻ. ആ സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇവരെ പരിപാലിച്ചുകൊണ്ട് 10-20 വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ട് എന്റെ കുടുംബത്തിലും ഈ ഒരു രോഗം എന്തിനു കൊണ്ടിട്ടു. നാളുകൾ കഴിഞ്ഞു. പക്ഷെ ദൈവത്തിന് എല്ലാം ഒരു പദ്ധതിയും പ്രായമുണ്ട്. ദൈവം എന്നെ സഹനത്തിൽ കൂടെ ഒരുക്കുകയായിരുന്നു. ഇതിൽ ഒന്നും ഇല്ലാതെ എന്നെ സീറോയിലാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി ഇത്രയും ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വന്നു. ഞാൻ കാണാത്ത ഒരു ലോകമെന്ന് പറഞ്ഞ ആ സിറ്റിയുടെ നടുക്കളത്തിലോട്ട് എന്നെ പറിച്ച് നടപ്പെട്ടു. ആ സമയത്ത് എന്നെ ആദ്യമായിട്ട് ആ സഹനത്തിന്റെ വേദനയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ ആത്മഹത്യയുടെ മധ്യത്തിൽ ഇരുന്ന സമയത്തിൽ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത് എൻ്റെ ബന്ധുക്കളോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരോ എൻ്റെ കൂട്ടുകാരോ ആരുമല്ല, എൻ്റെ മോൾസിംഗ് അച്ഛനാണ്. അച്ഛൻ വന്ന് ഞങ്ങളെ കുറേ സ്ഥലങ്ങൾ അച്ഛനെ കൊണ്ടുപോയി കാണിച്ചു. ഒരുപാട് വേദനിക്കുന്ന മക്കളുള്ള, ഒരുപാട് അനാഥരുള്ള ഒരു ലോകം. ഞാൻ അന്ന് വരെ കാണാത്ത ഒരു ലോകത്തിലോട്ടാണ് ഞാൻ ആ യാത്ര എന്നെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ എനിക്ക് തോന്നി ഞാനൊരു സാധാരണ കുട്ടിയല്ല, എനിക്കും എൻ്റെ നിക്ഷിപ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫുഡ് കൊണ്ടാണ് ഞാൻ ഈ ആശ്രമത്തിലോട്ട് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അത് വേദനിക്കുന്ന സമയത്ത് ആ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ സമയത്ത് ഇവിടെ വന്ന് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു. കുറെ ഞാൻ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു. ജോണി അപ്പച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെക്കാൾ ഒത്തിരി ജോലിയൊക്കെ ഉള്ള അപ്പച്ചനാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അപ്പച്ചനാണ്. മക്കള് ഒരാൾ ദുബായിൽ, ഒരാൾ സിറ്റിക്കുന്ന അപ്പച്ചൻ. ഈ ആശ്രമത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഈ ആശ്രമത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനും ചിന്തിച്ചു, ഈ അപ്പച്ചനൊക്കെ ഈ ആശ്രമത്തിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഈ അശാന്തിയുടെ നിമിഷങ്ങളിൽ എനിക്കും ഇവിടുന്ന് സമാധാനം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വരാമെന്ന്. വീണ്ടും എനിക്ക് അവിടെ പോയിട്ട് ഇവരുടെയൊക്കെ മുഖങ്ങൾ, ഇവരുടെ സ്നേഹം, ആ മോളെ എന്നുള്ള വിളി, അങ്ങനെ എന്നെ ഒത്തിരി സ്പർശിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ പിറ്റേ മാസവും ഞാൻ ഇവിടെ കടന്നു വരുന്നത്. അപ്പോൾ എനിക്കിവിടെ പിറ്റേ മാസം ഞാൻ ഭക്ഷണമായിട്ടൊക്കെ കടന്നു വന്നു. അപ്പൊ എന്നെ കാണാൻ എന്റെ കൂടെ ഒത്തിരി ഞാൻ അറിയാത്ത എന്ന് വെച്ചാൽ ഞാൻ മനസ്സോടുപോലും ചിന്തിച്ചില്ല ഇവരെല്ലാം ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് ആ സഹനത്തിന്റെ അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി ഈ നാട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇവരെല്ലാം എന്നെ കാണാൻ ഇവിടെ വരുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് സമയം ഒരു മാസത്തിന്റെ ഒരു ദിവസം ഒത്തിരി സമയം സംസാരിച്ച് ഇവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ആ പോകുമ്പോൾ പിന്നെ ഞാൻ പോകുന്നത് വീണ്ടും വേദനിക്കുന്ന ഒരു ലോകത്തിലോട്ടാണ്. പക്ഷെ അവിടെ പോയാലും എനിക്ക് ഈ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ ഒരു പോസിറ്റീവാണ് എനിക്ക് തന്നിട്ടുള്ളത്, എന്നെ ഇത്രത്തോളം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 1 ഡേ ട്രിപ്പായിട്ട് ഞങ്ങൾ, എനിക്കറിയില്ല, ഈ അപ്പച്ചൻ ഉൾപ്പെടെ ഞങ്ങൾ
നെയ്യാർ നാം സന്ദർശിച്ചു. ഞങ്ങൾ അവിടെ വെച്ചാണ് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ചു. അന്നത്തെ ദിവസം ഞങ്ങൾ വൈകുന്നേരമാണ് തിരിച്ചു വന്നത്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നല്ല അനുഭവങ്ങളായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കുഞ്ഞ് ഇതാണ്, മനുഷ്യരാകുമ്പോൾ തെറ്റുകളിൽ വീഴ്ചകൾ, കുറവുകൾ അതെല്ലാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സഭയ്ക്കകത്ത് എല്ലാം ഉണ്ടാവും. എങ്കിലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും ഒന്ന് കൈകോർക്കാനും, ഒരു വീഴ്ചയിൽ ഒരാളെ ഒന്ന് കൈകോർക്കാനും, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി പിടിച്ചുയർത്താൻ പറ്റിയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവർക്കും സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ കടന്നു വന്ന് ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷകരമായി നമ്മളോടൊപ്പം ചെലവഴിച്ച എല്ലാവർക്കും 1000 നന്ദി. പ്രത്യേകിച്ച് അച്ഛന് ഒരുപാട് നന്ദി. ഒരുപാട് തിരക്കിൽ നിന്നാണ് അച്ഛൻ കടന്നു വന്നത്, നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അതിന് ഒരുപാട് നന്ദി. അച്ഛൻ്റെ ഈ ഒരു അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാകും. അച്ഛൻ നമ്മളെല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നഗരിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നഗരിക്കും പ്രകാശമേ. അന്ധകാരനീരിൽ പൂമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ നിമിഷത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ പാട്രിക്കും ബെന്നിയും അതോടൊപ്പം തോമസാറും അതോടൊപ്പം ഷീജിയും ഇവിടെ പ്രിയപ്പെട്ടവരും കുഞ്ഞുമക്കളെല്ലാം അടങ്ങുന്ന ഈ നിമിഷത്തിൽ അങ്ങയോടൊപ്പം കൂടെയായിരുന്നവരെല്ലാം എല്ലാത്തിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. മനോഹരമായ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചതിന്റെ അടയാളമാണല്ലോ ഇവിടെ ഞങ്ങൾ കണ്ടത്. അതിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കളെയും എല്ലാവരെയും കുഞ്ഞുമക്കളെയും എല്ലാം രോഗികളും അതുപോലെ അനുഭവിക്കുന്ന എല്ലാവരെയും അടുത്ത കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും കാത്തുപാലിക്കുകയും എപ്പോഴും കൂടിയായിരിക്കുകയും ചെയ്യണമേ. അമ്മ മാതാവേ, ഇവർക്ക് അനുഗ്രഹമായി എപ്പോഴും കൂടിയായിരിക്കണമേ. നടത്തുന്ന എല്ലാം അങ്ങ് അനുഗ്രഹിച്ച് കാത്തുപാലിക്കണമേ. ഇത് ഇന്ന് നടപ്പിലാക്കുവാൻ സഹായിച്ച പ്രിയപ്പെട്ട ഷീജി, അതിന് നേതൃത്വം നൽകി നമ്മളൊപ്പം കൂടെയായിരുന്ന നമ്മുടെ തോമസ് സാറിനെയും തോമസ് സാറിനെയും കുടുംബത്തിലെ എല്ലാവരെയും
ഇവിടെ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ആഴമായ സ്നേഹം ഇനിയും നിസ്തുലമായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും കാലത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുവാനും എല്ലാവരെയും സഹായിക്കുകയും ഈ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവിനോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കാത്തുപാലിക്കുമാറാകട്ടെ. നമുക്ക് ഭക്ഷണം തൊട്ടടുത്ത ഹാളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോവാം. ഇവിടെ അന്തേവാസികളായിട്ട് മനുഷ്യർ മാത്രമല്ല, സഹജീവികളുമുണ്ട്. ഒരു പൂച്ച എന്നെ കണ്ടിട്ടാണെന്ന് ചാടി. നമുക്ക് ഇവിടുത്തെ സഹജീവികളെയും കാണാം. പലരും ഉണ്ട്. നമുക്ക് പതുക്കെ നോക്കാം എന്താണ് ഇവിടുത്തെ പരിപാടി നോക്കണമല്ലോ. അതുകൊണ്ടല്ലോ ആൾക്കാരൊക്കെ എണ്ണ കൂടുതലാണല്ലോ. കണ്ടോ കണ്ടപ്പോൾ പട്ടിയില്ലല്ലോ. പേടിയുണ്ടായിരുന്നു. ഓ ഞാനത് കുത്തിയിട്ട് പോയാ. പട്ടിയുണ്ടോ അത് പേടിച്ചിട്ടാണ്? ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ അന്തേവാസികളല്ലേ? നിങ്ങളെ കൂട്ടുകാരാണ് ഇതൊക്കെ? അതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരാണ്. അത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ആശ്രമത്തിലെ ഇവരുടെ കൂട്ടുകാർ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ കണ്ടു വരികയുണ്ടോ? വേണ്ടേ? വേണ്ട. അയ്യോ വേണ്ട. ഇതാരാണ് ഇതൊക്കെ? എന്താണ് സ്വന്തന്നെ? എന്താണ് എന്താണ് കഴിക്കാനൊക്കെ കിട്ടിയാ? നമ്മളെ പന്നിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. യെസ്. ആണ്ടാ അപ്പച്ചനുണ്ട്. അപ്പച്ചനാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കണ്ടാ അപ്പച്ചൻ്റെ ആൾക്കാരാണല്ലേ. മൊയിലുണ്ടല്ലേ? അപ്പോൾ കണ്ടല്ലോ എന്തൊക്കെ ആരൊക്കെയാണ് ഇവിടെ താമസമെന്ന് മനസ്സിലായ? മുയൽ ചേട്ടന്മാരുണ്ടല്ലോ ഇവിടെ. മുയലുണ്ട്. പതിനാ മുയലുണ്ടല്ലേ? ഗ്രില്ലിനിടെ. കറക്റ്റ്. വേറെ ആരുണ്ട്? ആടുണ്ടല്ലേ? പന്നി, മുയൽ, ആട്, കോഴി, വാങ്കോഴിയൊക്കെ ഉണ്ടല്ലേ? വാത്ത. അതിൻ്റെ അകത്തുണ്ടല്ലേ? അതിനകത്തുണ്ട്. അപ്പോൾ ആശ്രമത്തിൽ പ്രാർത്ഥന മാത്രമല്ല, അന്തേവാസികളായ മനുഷ്യർ മാത്രമല്ല. നാടി പൊളിയാണ്. സൂപ്പർ കാഴ്ച. എന്താ നല്ല കൊച്ചി. വാത്തക്കുട്ടികളെ കണ്ടാ? വാത്തക്കുട്ടികളെ കണ്ടോ? ഹായ്. ഇതിൻ്റെ അകത്തുണ്ടല്ലേ വാത്തകൾ? ഇതിനകത്തുണ്ട് വാത്തകൾ. വെരി ഗുഡ്. ഓക്കെ. നല്ല ഭംഗി. എന്റെ പിന്നെ നിങ്ങളെ ഫോട്ടോ ഇല്ല. കാരണം ഒരു ഫോട്ടോ ഇല്ലാതെ ഞാൻ എടുക്കുവോ? അത് പതിഞ്ഞിട്ടുണ്ടല്ലോ. അതാ നിങ്ങളെ ഫോട്ടോ ഇല്ലാതെ ഞാൻ ഇടുവോ? ഇവിടെ എത്ര കാലായി? ഒരുപാട് വർഷം ഇവിടെ തന്നെ താമസമല്ലേ? പായസത്തിൽ ഉപ്പൊക്കൊണ്ടാ? പായസത്തിൽ ഉപ്പൊക്കൊണ്ടാ? ഉപ്പുണ്ടാ? ഉണ്ടല്ലേ? കൊള്ളാം. കഴിക്കും നടക്കട്ടെ. ഹായ്. വിളമ്പടേ പഴം കൊടുറേ. കൊടു സമയം പോണ. വെച്ച് കൊടുറേ ചേട്ടപ്പി.
സൈ സാറേ എന്തിനാണ് നിങ്ങൾ നേരത്തെ വന്നാ യെസ് സർ നടക്കട്ടെ വല്ലതൊക്കെ സമയത്ത് കഴി മനസ്സിലാ അത് തന്നെ എന്ത് പേടിച്ചിരിക്കുക കഴിക്കോട്ടെ അല്ല ഫോണില്ലാത്ത ജീവിതമില്ല ഫോണില്ലാത്ത ജീവിതമില്ല അത് തന്നെ അത് തന്നെ അത് തന്നെ കഴിക്കണേ പ്രൈസലോ അല്ലേലുക സ്തോത്രം വരാം സ്പീഡ് വരാം കഴിക്കോട്ടെ അവൻ വിളമ്പോ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ട് ഇത് ഇതല്ല അയ്യോ അത് തന്നെ നിങ്ങൾക്കിത് വീട്ടിട്ട് തരട്ടെ ഇതൊക്കെ കഴിക്കണം കാഴ്ചയല്ലേ അവ പിന്നെ കഴിക്കാം അല്ലേ അത് തന്നെ ആ ബർത്ത്ഡേ കുട്ടി എന്തിനാ തോന്നണ്ടേ കണ്ട ഫോട്ടോയ്ക്ക് പോകുന്നില്ല അവൻ പലപ്പൂരം എടുത്തിട്ട് ആ കഴിക്കും പണിയണോ വയസ്സിൽ ഉപ്പൊക്കെ ഉണ്ടോ വയസ്സിൽ ഉപ്പൊക്കെ ഉണ്ടോ തന്നില്ലേ നിങ്ങൾക്ക് തരൂല്ലേ ഷുഗർ ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാം ഓർമ്മയുണ്ടല്ലോ വയസ്സായ അതായത് വൃദ്ധ മാതാപിതാക്കളെ മറന്നു പോരുത് വീട്ടിലും ആളുകളുണ്ടല്ലോ എന്തായാലും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരമാണ് ആരെയും കളിയാക്കിയതല്ല കേട്ടോ നാടൻ നമ്മുടെ അവസ്ഥയൊന്നും നമുക്കറിയില്ല എങ്കിലും ഇതൊരു സന്തോഷം നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി മനുഷ്യൻ്റെ കുറച്ച് ദിവസത്തെ ആയുസല്ലേ ഉള്ളൂ ആ ആയുസിനിടയ്ക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത് നമ്മളൊരു സുഹൃത്തും ബന്ധുവാണ് എൻ്റെ ഒരു അളിയും പയ്യനാണ് അപ്പോൾ പുള്ളി നമ്മളിങ്ങനെ കുറച്ച് തമാശകളൊക്കെ പറയണു അപ്പോൾ നമ്മുടെ ഈ ഫാമിലിയായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കുടുംബക്കാരെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം അതെ മനുഷ്യൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നന്മ ചെയ്യുക അതെ അതെ ദൈവം അനുഗ്രഹിക്കട്ടല്ലേ അത്രേ ഉള്ളൂ ജീവിതം ശുഷ്കമാണ് അതായത് ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് ഈ ചെറിയ ജീവിതത്തിലെ കുറച്ച് ദിവസത്തെ യാത്രയാണ് നമ്മുടെ ജീവിതം അപ്പോൾ ആ ജീവിതത്തിനിടയിൽ മാക്സിമം നന്മ ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ കാണുക ഇല്ലാത്തവർക്ക് കൊടുക്കുക ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ് എങ്കിലും മാക്സിമം നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്തായാലും ഈ ആശ്രമ ചുറ്റുവട്ടത്തിലെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്താൻ അനുവദിച്ച ദൈവത്തിനും നന്ദി ഒപ്പം കാണുന്ന നിങ്ങൾക്കും നന്ദി നന്മ പകരട്ടെ എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്